ഹലോ ഗൈസ്, ഇന്നത്തെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് എന്താ, തിരുവാതിരയാണ്. അതേ കാലത്ത് കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കണം, ഒന്നും ചെയ്തിട്ടില്ല. കാലത്ത് കുളി കഴിഞ്ഞത് ഇങ്ങനെ വെറുതെ നിൽക്കുകയാണ്. അപ്പോൾ അമ്പലത്തിൽ പോയിട്ടില്ല കേട്ടോ. അമ്പലത്തിൽ പോകാൻ ആരുമില്ല, ചേട്ടൻ ജോലിക്ക് പോയി. പിന്നെ അച്ഛനും അമ്മയും മാമനെയും കൊണ്ടിട്ട് അമ്പലത്തിൽ പോയി. പിന്നെ ഇപ്പം ഞാൻ അതിൻ്റെ കുളി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ ജസ്റ്റ് കഴിഞ്ഞ് അവരില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുന്നത്. ഇന്നൊരു ചെറിയ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഐ മേക്കപ്പാണ്. സത്യത്തിൽ ഞാൻ കണ്ണ് എഴുതുന്ന ഒരാളായിരുന്നു പണ്ട് എന്ന് പറഞ്ഞാൽ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ കണ്ണ് എഴുതുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ കണ്ണ് തീരെ എഴുതാറില്ല. എനിക്ക് അങ്ങനെ എഴുതുമ്പോൾ എന്തോ കണ്ണ് ഇങ്ങനെ എന്താ പറയുക, ഒരു വൃത്തിയില്ലാത്തൊരു മുഖത്ത് എന്തോ രണ്ട് ഹെഡ്ലൈറ്റ് വെച്ച പോലത്തെ ഫീലിങ്സ് ആണ്. ഇപ്പോൾ നോർമലി എല്ലാവർക്കും ഇപ്പോൾ കണ്ണ് എഴുതാണ്ട് നടക്കുന്നതായാണ് ഭംഗി എന്ന് ഒരു സെൽഫായിട്ട് തോന്നുന്നതുകൊണ്ട് ഒരുപാട് പേരൊന്നും കണ്ണ് എഴുതില്ല. ഇപ്പോൾ സിമ്പിളായിട്ടാണ് എല്ലാവരും നടക്കുന്നത്. ഞാനും ഒരു കാറ്റഗറി ആണ്. ഞാനും ന്യൂ ജനറേഷൻ ആയത് കാരണം കൊണ്ട് അല്ലേ ആയതുകൊണ്ട് ഞാനങ്ങനെ വലിയ കണ്ണ് എഴുതാറില്ല. പുറത്തൊക്കെ പോകുമ്പോൾ വലിയ അമ്പലത്തിൽ പോകുമ്പോൾ ഇങ്ങനെ വലിച്ചൊക്കെ ഇങ്ങനെ എഴുതാറുണ്ട്. ഇപ്പോഴും നൈസായിട്ടൊക്കെ എഴുതും, ഇല്ല എന്ന് ഞാൻ തീരെ പറഞ്ഞില്ല. പക്ഷെ മറ്റേ ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ പ്രകാരം ഒന്നും എഴുതാറില്ല. ജസ്റ്റ് ഒരു ലൈൻ അത്രമാത്രം, അല്ലെങ്കിൽ ഒരു കൺമശി വെച്ച് എഴുതുക അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഇന്നൊരു കണ്ണ് എഴുതുന്ന വീഡിയോ വരും. അപ്പോൾ ഇന്ന് തിരുവാതിര ആയതുകൊണ്ട് എല്ലാവർക്കും തിരുവാതിരാശംസകൾ. അപ്പോൾ നമ്മുടെ കണ്ണെഴുതുന്ന വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മളൊരു കണ്ണെഴുതുന്ന വീഡിയോക്കാണ് കേട്ടോ പോണേ. അപ്പോൾ കണ്ണെഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഞാൻ പഠിക്കുന്ന സമയത്ത്, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നല്ലപോലെ വലിച്ച് കണ്ണൊക്കെ എഴുതാറുണ്ട്. പക്ഷെ അതിന് മാത്രമുള്ള കണ്ണൊന്നും എനിക്കില്ല. എൻ്റെ ഒരു കുഞ്ഞ് കണ്ണാണ്. എൻ്റെ കണ്ണിൻ്റെ മെണ്ട ഉണ്ടല്ലോ, മെണ്ട എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ മേളിത്തെ സാധനം ഞാൻ കണ്ണുമ്മിക്ക് എന്നെ ഒട്ടി കിടക്കും. അങ്ങനെ കണ്ണിങ്ങനെ നല്ല തുറന്ന കണ്ണൊന്നുമല്ല, അങ്ങനെ എന്താ ചൈനക്കാരെ കണ്ണു പോലെ എന്ന് പറയും. എല്ലാവരും എന്നെ കളിയാക്കാറുണ്ട്. നേരെ വെളുത്ത് എഴുന്നേറ്റ് കഴിഞ്ഞ് ഇങ്ങനെ കണ്ണിങ്ങനെ വീർത്തിരിക്കും ചൈനക്കാരിയുടെ പോലെ. അപ്പോൾ കണ്ണ് കാണാനൊരു ഭംഗിയില്ല. ആ കണ്ണിലാണ് ഈ ആർട്ട് വർക്ക് ചെയ്യാൻ പോകണേ കേട്ടോ. അപ്പോൾ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ വീട്ടിലൊന്നും ഇരിക്കുമ്പോൾ കണ്ണ് എഴുതില്ല. പുറത്തേക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പോകുമ്പോൾ വല്ല അമ്പലങ്ങളിൽ പോകുമ്പോൾ അങ്ങനെയൊക്കെയാണ് കണ്ണ് എഴുതണുള്ളൂ ഇപ്പോൾ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതണോണ്ടുള്ളൊരു ഇഷ്ടം പോയി കിട്ടി. അതായത് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അത് എഴുതിക്കൊണ്ട് പോകും, ഭംഗിയിലൊക്കെ പോകുക എന്നുള്ളൊരു ഇതായിരുന്നു. ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞൊരു ഭാവിയൊക്കെ ആയപ്പോൾ നമുക്കത് എഴുതാനുള്ളൊരു ഇഷ്ടമില്ല. അങ്ങനെ കുളിച്ചു, അത് മതി, ഇനിയിപ്പോൾ ആര് കാണാൻ എന്ത് കാണാൻ, വീട്ടിലെല്ലാം ഇരിക്കണേ എന്നുള്ളൊരു മൈൻഡാണ് കേട്ടോ മനസ്സിലെപ്പോഴും. ആക്ച്വലി ഞാൻ പതുക്കനെയാണ് കേട്ടോ സംസാരിക്കണേ, വേറെ ഒന്നുമല്ല. വാവ ഉറങ്ങണുണ്ട്. വാവ ഉറങ്ങുമ്പോൾ ഇതാണ് റെക്കോർഡ് ചെയ്യണേ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നടക്കില്ല. അപ്പോൾ ഞാൻ എന്താ കൺകുഴിയിൽ നിന്നാണ് കണ്ണെഴുതാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് എഴുതുമ്പോൾ തിന്നായിട്ട് എഴുതി കൊണ്ട് വന്നിട്ട് തിക്കായിട്ട് കൂട്ടുകയാണ് ചെയ്യുന്നത്. അതായത് കണ്ണിൻ്റെ കുഴിയിൽ നിന്ന് വരുമ്പോൾ കനം കുറച്ച് എഴുതിയിട്ട് എൻഡ് വരുമ്പോൾ അതിനോട് വീതി കൂട്ടും, കുറച്ചുകൂടി കട്ടി കൂട്ടിയിട്ട് വാലായിട്ട് എഴുതും. താഴെ വശത്തും അങ്ങനെ തന്നെയാണ്. അതായത് കൺകുഴിയിൽ നിന്ന് എഴുതി വരുമ്പോൾ കനം കുറച്ചിട്ടും കണ്ണിൻ്റെ എഡ്ജ് വരുമ്പോൾ കട്ടി കൂട്ടി കൊടുക്കും, താഴത്തേക്ക് ഇത്തിരി കട്ടി കൂട്ടി കൊടുക്കും. അങ്ങനെ വരുമ്പോൾ കണ്ണിന് കാണാനൊരു ഷേപ്പ് ഉണ്ടാവും, ഒരു ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ഞാൻ കൂടുതലും ഇങ്ങനെയാണ് എഴുതാറ്. പിന്നെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് അത്രയ്ക്ക് ഇത് എഴുതാറില്ല. ആ ഔട്ടർ ലൈനിൽ നമ്മുടെ കൺപീലി ഉള്ളിടത്ത് ആ സ്റ്റാർട്ട് ചെയ്യുന്ന എഡ്ജിലാണ് ഇത് എഴുതാറ്. പിന്നെ നിങ്ങൾക്കിത് എത്ര ക്ലിയർ ആയിട്ട് കാണണ്ടില്ല എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം ഞാൻ ബാക്ക് ക്യാമറ വെച്ചിട്ടാണ് എടുക്കണം. എൻ്റെ ഫ്രണ്ട് ക്യാമറ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവണില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ബാക്ക് ക്യാമറ വെച്ചിട്ട് തിരിച്ച് വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിട്ട് പോയി നോക്കിയിട്ടാണ് ഇത് എടുക്കുന്നത് തന്നെ. പിന്നെ ഞാൻ ഒരു കുഞ്ഞ് കണ്ണട യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അതായത് കുഞ്ഞ് കണ്ണട എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഗിഫ്റ്റ് ആണ്, അതിലുണ്ടായതാണ് ഈ കുഞ്ഞ് കണ്ണട. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, പുറത്തൊക്കെ പോകുമ്പോൾ ചെറിയൊരു മിറർ ആവശ്യമുണ്ട് നോക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ അതിലാണ് എഴുതണത്. പക്ഷേ ഞാൻ ഇത് വെച്ചിട്ട് ഇതുവരെ അത് എഴുതിയിട്ടില്ല എന്നുള്ളതാണ് വേറെ സത്യം. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ആ കണ്ണടന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മുകൾ വശവും താഴ്വശം നല്ല കട്ടിയിൽ ഐലൈനർ വെച്ചിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ കണ്ണ് എഴുതാറ്. ശരിക്കും ഇതിൻ്റെ ഐലൈനർ എഴുതുന്നതിൻ്റെ ആ നിബ് എന്ന് പറയുന്നത് കുറച്ച് പീലിങ്ങനെ സ്പ്രെഡായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് അത്ര ഇതില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഞാൻ കാജൽ എഴുതാറുണ്ട്. ഇപ്പം ഞാൻ എഴുതുന്നത് ലാക്മിയുടെ കാജലാണ്. നല്ലതാണ് കേട്ടോ. എനിക്ക് ചേട്ടൻ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ എനിക്ക് മേടിച്ച് തന്നതാണ്. ഞാനത് മെയിൻറ്റെയിൻ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു, എന്നിട്ട് പിന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ആ കൺമിഷൻ നല്ലതാണ്. സ്പ്രെഡ് ആവുമെന്ന് ചോദിച്ചാൽ സ്പ്രെഡ് ആവും, ആവില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയതില്ല, ഇങ്ങനെ ഇത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ച് നേരം നിൽക്കും, നല്ല കറുപ്പ് കിട്ടും, നല്ല ഫീലിങ്സ് കിട്ടും അതിന്. അപ്പോൾ അതായത് നമ്മുടെ കുഞ്ഞുമണി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട്. ഇത് എൻ്റെ മടിയിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് സൗണ്ടൊക്കെ കേൾക്കുവേ.
അപ്പോൾ ദേ എൻ്റെ ഒരു കണ്ണ് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത കണ്ണും കൂടി എഴുതി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാവേ നിങ്ങൾക്ക്. അപ്പോൾ ദേ നമ്മൾ അടുത്ത കണ്ണ് എഴുതുന്നത് കാണിക്കാൻ പോവാണ്. അപ്പോൾ ഇതിൽ കുറച്ച് സ്പീഡിലാണ് കാണിക്കണത്. സെയിം അപ്പുറത്തെ കണ്ണ് എഴുതുന്ന പോലെ തന്നെ എഡ്ജ് വശം 2 വശം കനം കൂട്ടി കൊടുക്കുന്നു. പിന്നെന്താ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കരി എഴുതുന്നു. കരി എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാക്മിയുടെ കൺവെൻഷൻ എഴുതുന്നു. അപ്പോൾ നമുക്ക് ഇത്തിരി കൂടി കറുപ്പ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കണ്ണ് ഇത്തിരി നല്ല ഡാർക്ക് ബ്ലാക്ക് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കറുപ്പ് കൊണ്ട് ഒന്നുകൂടി ഉള്ളിൽ എഴുതി കൊടുക്കുന്നത്. പിന്നെ നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ, അത് എഴുതി കഴിയുമ്പോൾ നല്ല ഫിനിഷിംഗ് ആണ് കണ്ണ് കാണാനായിട്ട്. നല്ല വലിയ കണ്ണുള്ള ആൾക്കാരൊക്കെ എഴുതി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. എൻ്റെ കുഞ്ഞ് കണ്ണാണ്, എന്താ പറയുക, ഇങ്ങനെ ചത്തമീൻ്റെ കണ്ണ് പോലത്തെ കുറയില്ല, അതുപോലെയാണ് എൻ്റെ കണ്ണ്, വലിയ ഭംഗിയൊന്നുമില്ല. അപ്പോൾ ഇതിൽ തന്നെ എഴുതി ആർട്ട് വർക്ക് നടത്തലാണ് എൻ്റെ പണി. എനിക്ക് അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോൾ ആസ്വദിക്കാൻ ഇഷ്ടം. ഇപ്പോൾ ഭാവി ആയതിനു ശേഷം ഒട്ടും തന്നെ കണ്ണെഴുതല്ലേ, വല്ല പുറത്തേക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വര വരച്ചിട്ട് ഓടുകയാണ് ചെയ്യാറ്. അല്ലാണ്ട് ഇതേപോലെ പരത്തി നീട്ടിയൊന്നും ഞാൻ എഴുതാറില്ല, അതിനുള്ള നേരവും ഇല്ല, എഴുതാറുമില്ല. പിന്നെ ആക്ച്വലി കണ്ണെഴുതാൻ അത്ര സമയമൊന്നും വേണ്ടിട്ടോ. ചുരിദാറിട്ടോ ധാവണി എടുത്തിട്ടോ മുല്ലപ്പൂവൊക്കെ വെക്കുന്ന സമയത്ത് വലിയ ജുമുക്കൊക്കെ ഇട്ടിട്ട് പോണ സമയത്ത് ഇങ്ങനെയൊന്ന് എഴുതി നോക്കുക, നല്ല ഭംഗിയായിട്ടായിരിക്കും കാണുക. എന്ന് വെച്ചാൽ വലിയ ഉണ്ട കണ്ണൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബായ്.